ഗുഡ് മോർണിംഗ് ആൾ ഓഫ് യു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു ഇൻട്രൊഡക്ഷൻ ബേസിക് ലാംഗ്വേജിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നത്. ബേസിക് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അത് നോക്കാം. എന്താണ് ബേസിക് ലാംഗ്വേജ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗിനർ ഓൾ പർപ്പസ് ഇൻസ്ട്രക്ഷൻ കോഡ് എന്നുള്ളതാണ് എന്താണ് ബേസിക് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആരാണ് കണ്ടുപിടിച്ചത്, ഇൻവെൻറ്റ് ചെയ്തത് ആരാണ്, ജോൺ കിന്നി ആണ്, തോമസ് കുത്താസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈപ്സ് ഓഫ് ബേസിക്സുകൾ ക്യൂ ബേസിക്, ഫ്രീ ബേസിക്, വിഷ്വൽ ബേസിക്, അങ്ങനെ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോപ്പുലർ വേർഷൻസുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ബേസിക് എ, ടർബോ ബേസിക്, GW, ക്യൂ ബേസിക്. ഇതിൽ ക്യൂ ബേസിക്കിലാണ് നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതിൽ GWB ബേസിക് എന്ന് പറയുന്ന ഒരു ബേസിക് ലാംഗ്വേജ് ഉണ്ട്. ഇത് വേർഷനാണ് GW എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചിട്ടുള്ളത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ആയിട്ടുള്ള ബിൽ ഗേറ്റ്സ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനിൽ വെച്ചിട്ട് GW സ്റ്റാൻഡ്സ് ഫോർ ഗീവിസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോമായിട്ട് വരുന്നത്. ഇതാണ് മെയിനായിട്ട് നമ്മൾ വരുന്ന 4 വേർഷൻസുകൾ. ഓക്കെ, ഇനി എന്താണ് ബേസിക് ലാംഗ്വേജ് എന്ന് ഓൾറെഡി പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്നിനും പറയുന്നുള്ളൂ. ഒരു ഫ്രണ്ട്ലി ലാംഗ്വേജാണ്. അതായത് നമ്മൾ ആരെങ്കിലും പുതുതായിട്ടൊരു ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണെന്ത് ബേസിക് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുപോലെ ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ്സ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എന്താണ് സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അരിതമെറ്റിക് ഫോർമുലാസിൽ മാത്തമെറ്റിക്കൽ ഫോർമുലാസുമായിട്ട് വളരെയധികം സിമിലർ ആയിട്ടുള്ളതാണ് എന്താ ബേസിക് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് പഠിക്കാൻ അല്ലെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് ഫസ്റ്റ് പഠിക്കുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഓക്യുപ്പൈസ്, ഇതിന് വേണ്ട മെമ്മറി, ബൈറ്റ്സ് ഓഫ് മെമ്മറി 8608 ആണ് PC-ക്ക് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ചെയ്യാനും റൺ ചെയ്യാനും ഡിബഗ് ചെയ്യാനും ഒക്കെ ഡിബഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറേഴ്സുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അതിനൊക്കെ എന്തിനു സാധിക്കും, ബേസിക് ലാംഗ്വേജിൽ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയാണ് മെയിനായിട്ടുള്ള ടോപ്പിക്ക് വരുന്നത് ടോക്കൺസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ടോക്കൺസ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് ടോക്കൺ എന്ന് പറയുന്നത് ക്യാരക്ടർ സെറ്റാണ്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്താലും ഇപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് അല്ലേ, നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനാണ്. അങ്ങനെ നമ്മൾ ആ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഏതൊരു പ്രോഗ്രാമിനും അതിൻ്റേതായ ഒരു ലാംഗ്വേജ് ഉണ്ടാവും. അതിൻ്റേതായ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അവിടെ എന്തായാലും ഉണ്ടാവും അതിൻ്റേതായ ഒരു ആൽഫബറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സെറ്റ് അവിടെ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ ബേസിക് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ക്യാരക്ടർ സെറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. ഇവിടെ ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ അപ്പർ കേസ് ലോവർ കേസ് ആയിട്ടുള്ള ആൽഫബറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്പേഴ്സിൽ 0 to 9 വരെയുള്ള നമ്പേഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 0 to 9 വരെയുള്ള നമ്പേഴ്സ്, അതായത് അത് കൂടിച്ചേർന്നുള്ള ബാക്കി നമ്പേഴ്സും ഉണ്ടാവും. ഓക്കെ, ദെൻ അത് കൂടാതെ വരുന്ന സ്പെഷ്യൽ ക്യാരക്ടേഴ്സുകളാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് കോളത്തിൽ ഒന്നും കാണുന്നില്ല, അതാണ് ബ്ലാങ്ക് ആയിട്ട് വരുന്നത്. ഈക്വൽ ടു സൈന്, ഈക്വൽ സൈന്, പ്ലസ് സൈന്, മൈനസ് സൈന്, സ്റ്റാർ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ സൈനാണ്. സ്ലാഷ് എന്ന് പറയുന്നത് സ്ലാഷ് അല്ലെങ്കിൽ ഡിവിഷൻ 2 ഇത് വരുന്നുണ്ട്. പിന്നെ ആ ഒരു മുകളിലേക്കുള്ളത് ഒരു എക്സ്പൊണൻറ്റ് അല്ലെങ്കിൽ ക്യാരറ്റ് എന്ന് പറയണത്. പിന്നെ ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ് ബ്രാക്കറ്റ്. അതിന് ഓപ്പൺ ബ്രാക്കറ്റ് നമ്മൾ ലെഫ്റ്റ് പാരാന്തസിസ് എന്നും ക്ലോസ് ബ്രാക്കറ്റിനെ റൈറ്റ് പാരാന്തസിസ് എന്നുമാണ് പറയുന്നത്. പെർസെൻറ്റേജ് നിങ്ങൾ നിന്നെ കണ്ടിട്ടുണ്ടാവും. ഇൻറ്റിജർ ഡിക്ലറേഷൻ അഥവാ മോഡുലസ് ഒക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഈ പെർസെൻറ്റേജ് സിമ്പൽ. പിന്നെ ഹാഷ് നമ്പർ സൈനായിട്ട് വരാം, ഡബിൾ പ്രിസിഷൻ ഡിക്ലറേഷൻ വരാം, അതെന്താണെന്ന് പിന്നെ പറയാം. ഡോളർ സൈന് സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്യാം. സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പർ അല്ലാത്ത അതിനെയൊക്കെ നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക്, അതിന് സിംഗിൾ പ്രിസിഷനാണ് വരുന്നത്. ഓക്കെ, ദെൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ട്. അതിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പണിങ് ക്ലോസിങ്ങും, ഓപ്പണിങ് ലെഫ്റ്റ് ആണ്, ക്ലോസിങ് റൈറ്റ് ആണ്. പിന്നെ കോമ, ഇത്രയാണ് വരുന്നത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സുകൾ. ഇതെല്ലാം അതും നമുക്ക് എന്തിൽ അവൈലബിൾ ആണ്, കീബോർഡിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്യാരക്ടർ സെറ്റ്. പിന്നെ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ.
ഇതാണ് അതിൻ്റെ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വായിക്കുക, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.